ഹായ്, വിജയിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിൻ്റെ സീക്രട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഏതൊരു വ്യക്തിയെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവരുടെ ഉള്ളിൽ അവർ ഈ ലോകത്തോട് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഉള്ളിലെ ആ യാഥാർത്ഥ്യത്തെയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ ഏതൊരു മനുഷ്യനെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വിജയിച്ചവരുടെ ബാക്കിൽ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടോ? അതായത് ഏതൊരു ഫീൽഡ് വിജയിക്കുന്നവരാണെങ്കിലും അവർ ആയിരിക്കുന്ന മേഖലയിൽ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പോവുകയല്ല, അവർക്കൊരു ഫോക്കസിൽ നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ വിജയിച്ചത്. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിലേക്ക് അറിയിക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ലൈഫ് എൻഡ് ഓഫ് ദ ഡേ ഈ ലോകം വിട്ട് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഒരു തൃപ്തിയോടുകൂടി നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറുവാൻ കഴിയാൻ തക്കോണം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് ആവശ്യമാണ്. എന്നാൽ ഈ ഒരു ഫോക്കസിലേക്ക് നിൽക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഒരു ഗോൾ, വ്യക്തമായ ഒരു ഗോൾ നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും നല്ലൊരു സുഹൃത്ത്, ഒരു ഗിഫ്റ്റ് നൽകാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിജയിക്കണം, അതിനകത്ത് ഒരു സംശയവുമില്ല. എന്നാൽ ആ വിജയിക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ് ഗോൾ. ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യമുള്ളവർക്ക് വിജയിക്കാൻ കഴിയും. എന്നാൽ പലർക്കും പറ്റുന്നത്, എല്ലാവർക്കും ലക്ഷ്യമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മുതൽ ഒരു ജോലിയിലേക്ക് ആരംഭിക്കുന്ന ഒരു വ്യക്തി മുതൽ പല സമയങ്ങളിൽ നമുക്കൊരു ഫോക്കസും നമുക്കുണ്ടാവും, പക്ഷേ നമുക്ക് ഒരു ഗോളും ഉണ്ടാവും. ഇത് തമ്മിൽ ഒരു കൺസിസ്റ്റൻസിയുടെ മിസ്മാച്ചാണ് എപ്പോഴും നമുക്ക് വിജയത്തിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്നത്. ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു വ്യക്തി വലിയ ഫോക്കസോട് കൂടിയും വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയും ഗോളോട് കൂടിയും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണതയിലേക്ക് എത്താതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഫോക്കസിൽ നിൽക്കാനായിട്ടോ ആ ഗോളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാതെ ഡൈവേർട്ട് ചെയ്ത് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഗോൾ ബുക്ക്, നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത്. അടുത്ത ഒരു വർഷം നിങ്ങൾ ഈ ഒരു ഗോൾ ബുക്ക് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസിൽ നിൽക്കാനായിട്ട് കഴിയും. എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ തീം വളരെ ലളിതമാണ്. ഒരു ദിവസം നമ്മൾ വിജയിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന 20 പ്രധാനപ്പെട്ട ഗോളുകൾ നമ്മൾ എഴുതുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 20 ഗോള് എല്ലാ ദിവസവും നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഈ ഒരു ഗോൾ ബുക്കിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലൊക്കെ എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്നുണ്ട്. ഈ ഒരു ഗോൾ ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളുകൾ എഴുതാൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത 20 ഗോൾസ് എഴുതാനുള്ള നമ്പേഴ്സ് ഇതിനകത്തിട്ടുണ്ട് ഓരോ പേജിലും. അതിൽ ഇതിൻ്റെ തീം ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഇല്ലെങ്കിൽ ലൈഫിൽ വളരെയധികം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ഫോക്കസ് നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നത് 20 ഗോൾസുകൾ ഒരു ദിവസം എഴുതുക എന്നുള്ളതാണ്. ഇതിൻ്റെ തീം ഇങ്ങനെയാണ്. ഇത് ഞാൻ വ്യക്തിപരമായിട്ട് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രയോജനപ്പെട്ടതാണ്. വിജയിച്ചിരിക്കുന്ന ഒത്തിരി പേരുടെ പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചില സീക്രട്സ് ഉണ്ടാകും. അതാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 20 ഗോൾസ് നമ്മൾ എഴുതുക. അതിൽ 10 ഗോൾസ് ആദ്യത്തെ ഈ ഒരു പേജിൽ എഴുതുക, അടുത്ത 10 ഗോൾ ഇവിടെ എഴുതുക. ഇത് എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലെ ആദ്യത്തെ 5 ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പല തരത്തിൽ പല അച്ചീവ്മെൻറ്റ്സുകൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു നിങ്ങളുടെ ബിസിനസ് നെറ്റ്വർക്കിലേക്ക് 1000 പേരെത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗോളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അതിൽ 1000 പേര് എത്തി എന്നുള്ള 1000 നമ്പർ. പക്ഷേ ഇവിടെ ഗോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഈ മാസം ആ ഒരു ഡേറ്റ്, ഇപ്പം മാർച്ച് ആണെങ്കിൽ മാർച്ച് മാസം 31-ാം തീയതി 1000 മെമ്പർ ആയിത്തീർന്നു എന്ന് എഴുതുക. കിട്ടിയതായിട്ട്, കസ്റ്റമേഴ്സിനാണ് നമ്മുടെ ടാർഗറ്റ് ഗോൾ വെക്കുന്നതെങ്കിൽ അത് കിട്ടിയതായിട്ട് നമ്മൾ എഴുതുക. ഇനി 2, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത്, ഞാൻ ഈ മാസം ഏകദേശം ഇപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ, ഞാൻ മെയ് മാസം എനിക്ക് ഇന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ലെവൽ 2 പ്രോഡക്റ്റ് ഞാൻ ബിൽഡ് ചെയ്തു. അതായത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ 5 എഴുതുക. അപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ലക്ഷ്യം
നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചിലപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ നെറ്റ്വർക്ക് ആയിരിക്കാം, പുതിയ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ 5 എണ്ണം അതിനകത്ത് എഴുതുക. അത് അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതുക. അതാണ് ആദ്യത്തെ 5 എണ്ണം ബിസിനസ് കാറ്റഗറി. രണ്ടാമത്തെ 5 എണ്ണം എന്ന് പറയുന്നത്, നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് പല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ പ്രത്യേകിച്ച് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിജിറ്റലി മുന്നോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ക്യാമറ ആവശ്യമുണ്ട്, ചിലപ്പോൾ ഒരു നല്ല മൊബൈൽ ആവശ്യമുണ്ട്, നല്ലൊരു ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒരു സാധാരണ വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുന്നവർ അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു കമ്പ്യൂട്ടർ വാങ്ങുക. കാരണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവിലേക്ക് വരാൻ കഴിയും, നമ്മുടെ യാത്ര കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ക്യാമറ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അങ്ങനെ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. അതിൽ 5 എണ്ണം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ജൂൺ 15-ാം തീയതി ഇന്ന കടയിൽ നിന്ന് ആപ്പിളിൻ്റെ ഇന്ന മോഡൽ ലാപ്ടോപ്പ്, ഇന്ന കളർ ഉള്ളത്, ഇന്ന സ്പെസിഫിക്കേഷൻ ഉള്ളത് ഞാൻ വാങ്ങിച്ചു എന്നുള്ളത് എഴുതുക. ക്ലിയർ ആയില്ല? അപ്പോൾ 5 കാര്യങ്ങൾ എനിക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ എനിക്ക് എഴുതാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വേഗത്തിലെത്തും എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ടെന്നുള്ളതിന് മാറ്റിയിട്ട് ഏറ്റവും ടോപ്പായിട്ടുള്ള 5 എണ്ണത്തിന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് എല്ലാ ദിവസവും എഴുതുക. ഞാൻ ഇന്ന ദിവസം ഇന്ന കടയിൽ നിന്ന് ഇന്ന മാസം ഇന്നത് വാങ്ങിച്ചു എന്ന് എഴുതുക. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളെ 5 എണ്ണം എഴുതാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അടുത്ത ഒരു 5 എണ്ണം എന്ന് പറയുന്നത് റിലേഷനാണ്. റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലും ലൈഫിലും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മളെല്ലാവരും നന്നായിട്ട് റിലേഷൻസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ ആണെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാകും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പാരൻസിനോട് കുറച്ചുകൂടെ നല്ലൊരു റിലേഷൻ മെച്ചപ്പെടുത്തി. പലപ്പോഴും സ്കൂൾ വിദ്യാഭ്യാസ സമയത്തോ കുട്ടികളായിരിക്കുന്ന സമയത്തിനേക്കാളും പാരൻസ് ആ മക്കൾ കുറച്ചുകൂടെ വലുതായി ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും സമയത്തൊക്കെ മാറി താമസിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ റിലേഷൻസിൽ ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു തീവ്രത എവിടെയെങ്കിലുമൊക്കെ അത് കുറഞ്ഞു പോയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളത് അറിയാതെ പോകുന്നും ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാരൻസുമായിട്ട്, ഇപ്പം അച്ഛനുമായിട്ടോ അമ്മയായിട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തീക്കനൽ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത്, ഞാൻ ഇന്ന മാസം ഇന്ന ആളുമായിട്ട് റിലേഷൻ ഇമ്പ്രൂവ് ചെയ്തു, അത് എഴുതുക. ഇപ്പോൾ നമുക്ക് 3 മക്കളുണ്ടെന്ന് ഇരിക്കട്ടെ, ആ മക്കളുടെ പേരെഴുതി വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ആ റിലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്മൾ കുറവുള്ളത് കൊണ്ടല്ല അങ്ങനെ എഴുതുന്നത്, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ ഇന്ന മകനുമായിട്ട് അല്ലെങ്കിൽ മകളുമായിട്ട് എൻ്റെ റിലേഷൻ ഇമ്പ്രൂവ് ചെയ്തു എന്ന് എഴുതുക. അത് ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നമുക്ക് റിലേഷനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് എഴുതാം. അപ്പോൾ പേരെഴുതി ഞാൻ റിലേഷൻ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ 5 എണ്ണം എഴുതാം. അപ്പം ആദ്യം ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് എഴുതുക. 2 എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഗോൾ എഴുതുക. 3 എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് എഴുതുക. ഇനി ഫൈനലി ഏറ്റവും അവസാനത്തെ 5 എണ്ണം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പറയുക എന്ന് പറയില്ലേ, അതുപോലെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് ഗോളിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എത്ര ശ്രമിച്ചാലും നിങ്ങളെ അതിലേക്ക് എത്താതെ തടസ്സപ്പെടുത്തുന്ന ചില ശീലങ്ങളുണ്ടായിരിക്കാം. അത് നല്ല ശീലങ്ങളുമുണ്ട്, മോശം ശീലങ്ങളുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ശീലം ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഇതിലേക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ഗോളിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാനായിട്ട് ഞാൻ ഈ ഒരു ശീലം മാറ്റി എന്നുള്ളത്, അതിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളത്, അത് തികച്ചും വ്യക്തിപരമായിട്ട്. ചിലപ്പോൾ ബിസിനസ്സിലെ പല ആൾക്കാർക്കും നോ പറയാൻ അറിയില്ല, അതൊരു വലിയ പ്രശ്നമാണ്. ആര് വന്ന് ചോദിച്ചാലും സാമ്പത്തികമായിട്ട് കൊടുക്കുക. അപ്പോൾ ബിസിനസ്സിലെ ഒരു ക്രമം വേണം. നമുക്ക് കിട്ടുന്ന എമൗണ്ടുകൾ സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ആ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ആക്ഷൻ ചെയ്യാവും. അതല്ലാതെ കണ്ണു അടച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൈസകൾ റോൾ ചെയ്ത് ചെയ്യുമ്പോൾ ബിസിനസ് വിജയിക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കുറവ്, അത് മണി മാനേജ്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ അത് മെച്ചപ്പെടുത്തി എന്നുള്ള രീതിയിൽ മറ്റ് നമ്മുടെ ശീലങ്ങളോ മറ്റാരോടും നമ്മൾ ഷെയർ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊരു സീക്രട്ട് ഡയറിയാണ്, നിങ്ങൾക്ക് മാത്രമുള്ള. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനകത്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതിനകത്തുള്ള. ഓരോ ഇത് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ ഓരോ മാസം കഴിയുമ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില വേഡിങ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഓരോന്നും അടുത്ത ഓരോ പ്രാവശ്യം മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉള്ള കുറച്ച് മോട്ടിവേഷൻ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങളെ കുറച്ചുകൂടെ ഗോളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, സോ ഈ ഒരു ബുക്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ശരിക്കും ഇതിൻ്റെ ഒരു റിയൽ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ 20 ഗോൾ എഴുതണം. 10 എണ്ണം ഈ പേജിൽ എഴുതുക, 10 എണ്ണം ഇവിടെ എഴുതുക, നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിൽ
ആദ്യത്തെ 5 കാര്യം, ഈ ഒരു 5 ഗോൾസ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആ ഗോൾ എല്ലാ ദിവസവും എഴുതുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ ആ ഗോളിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, അല്ല എൻ്റെ ഗോൾ ഇതാണ്, എൻ്റെ ലക്ഷ്യം ഇതാണ് എന്നെ തിരിച്ച് പോയിന്റ് ചെയ്യാനായിട്ട് എന്നെ ഈ ഗോൾ സഹായിക്കും. ചിലപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്ന രീതി, എനിക്ക് 1000 കസ്റ്റമറാണ് വേണ്ടത്, അപ്പോൾ ഓരോ കസ്റ്റമർ വരുമ്പോഴും അവരെ കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്യാൻ, അവരെ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ തക്കാണ് നമ്മളെ മനസ്സ് പരുവപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമറെ നേടിയെടുക്കാനാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് അവിടെ എനിക്ക് വേൾഡ് ക്ലാസ് ഏറ്റവും മികച്ചൊരു പ്രോഡക്റ്റ് ഞാൻ ഇന്ന ദിവസം ബിൽഡ് ചെയ്തു എന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നല്ല പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതേ സമയത്ത് നിങ്ങൾ മറ്റ് പല കാര്യങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ നോ പറഞ്ഞിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ബിസിനസ്സിൽ. 2, നമ്മുടെ റിലേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും റിലേഷൻസ് നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വഴക്കുകൾ പറയുക, നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഗോൾ എഴുതുകയാണ്, ഞാൻ ഇന്ന വ്യക്തിയുമായിട്ട് എൻ്റെ റിലേഷൻ ഇംപ്രൂവ് ചെയ്തു എന്ന് എഴുതുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എഴുതുന്ന ഒരു വ്യക്തി നാളെ ഒരു സമയത്ത് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ആശയക്കുഴപ്പമോ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വലിവുണ്ടാവും. കാരണം ഞാൻ എല്ലാ ദിവസവും എഴുതുന്നത് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ റിലേഷൻ മോശപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾഡ് ആവും. ഓക്കെ, ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ റിലേഷൻസിനെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ആ റിലേഷനിൽ നിന്ന് മാറിപ്പോവാതെ, റിലേഷൻ തെറ്റിപ്പോവാതെ, അത് കൂടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ കസ്റ്റമർ ആകട്ടെ, നമ്മുടെ ഫാമിലിക്ക് അകത്തുള്ളവരാണെങ്കിലും അത് മെച്ചപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും. അതാണ് ഈ ഗോൾ ബുക്കിൻ്റെ സീക്രട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ബിസിനസ്, 2 റിലേഷൻ, മറ്റൊന്ന് പർച്ചേസ്. നമുക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള, നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളുടെ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എനിക്ക് ഇന്ന കാര്യങ്ങൾ വാങ്ങണമെന്ന് 5 എഴുതിയിട്ടുള്ളതുകൊണ്ട് ആ ലിസ്റ്റിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതല്ലാതെ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന പർച്ചേസസ് ഒഴിവാക്കാൻ. കാരണം ഏതെങ്കിലും കാണുമ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതെൻ്റെ ലിസ്റ്റിലില്ല, എനിക്ക് ഓൾറെഡി ലിസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ ലിസ്റ്റിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം ഫൈനലി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് എഴുതുക. അങ്ങനെ 20 ഗോൾസ് എല്ലാ ദിവസവും എഴുതുക. ഒരു 30 ദിവസം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി തുടങ്ങാൻ കഴിയും. അങ്ങനെ അടുത്ത ഒരു വർഷം നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ എഴുതുന്നത് അത് കുറേ നേരത്തെ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ഞാൻ ഈ പറയുന്ന സമയത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിലും ഞാൻ റൺ ചെയ്യുന്ന കാൽസോൾ കമ്മ്യൂണിറ്റി 1000കണക്കിന് മെമ്പേഴ്സുള്ള കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒത്തിരി മെമ്പേഴ്സിൻ്റെ ലൈഫിൽ വ്യത്യാസം വന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ആദ്യമൊക്കെ ഡയറിയിലാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ കാൽസോൾ തന്നെ ഇങ്ങനെ ഒരു ബുക്ക് പ്രിൻറ്റ് ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ അത്രയും ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ്. വെറുതെ ഒരു ഡയറി വാങ്ങി നമുക്ക് എഴുതാം, പക്ഷേ ഗോൾ ബുക്കിനകത്ത് എഴുതുമ്പോൾ അതിനകത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ഗോൾ ബുക്കിനകത്ത് അതിനനുസരിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. സോ എല്ലാവർക്കും ഫോക്കസ് ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു ബുക്ക് നിങ്ങളെ സഹായിക്കും. ഈ ഒരു ബുക്ക് ഇവിടെ താഴെ ഞാൻ ബുക്ക് നിങ്ങൾക്ക് എടുക്കാനുള്ള, നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ നിങ്ങളുടെ ഡയറിയിൽ എഴുതാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ കൺസെപ്റ്റ് ഇതാണ്, ഈ കൺസെപ്റ്റ്. പക്ഷേ ഈ ബുക്കിൽ എഴുതുമ്പോൾ അതിനകത്തൊരു ഫീലുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് 1, 2, 3 നമ്പേഴ്സ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു ഫീലാണ്. അപ്പോൾ അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ ഈ ബുക്കിൽ തന്നെ എഴുതുക. അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പേന ഉപയോഗിച്ച് എഴുതുക. ആ ഒരു പേന ഗോൾ ബുക്ക് എഴുതാൻ വേണ്ടി മാത്രം. കടയിലൊക്കെ പോയിട്ട് ഏറ്റവും കുറഞ്ഞ പേനയൊക്കെ വാങ്ങുന്നേക്കാളും ഒരു നല്ല പേന വാങ്ങുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച്. എന്നിട്ട് ഈ ഗോൾ ബുക്ക് എഴുതാൻ കാരണം നമ്മൾ ഈ ഗോൾ ബുക്ക് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെസ് ആണ്. ശരിക്കും നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യാൻ ഈ ഗോൾ ബുക്ക് സഹായിക്കും. എന്നാൽ ഈ ഒരു ഗോൾ ബുക്ക് എഴുതാനായിട്ട് നമുക്ക് രാവിലെ എണീറ്റ് ഒരു 5 മിനിറ്റ് ഒരു അല്പസമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗെയിം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്താൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നമുക്ക് നോ പറയാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയത്, ഇവിടെ നമ്മൾ ആദ്യം 10 ഗോൾ എഴുതി, ഇവിടെ 10 ഗോൾ എഴുതി. പക്ഷേ സീക്രട്ട് ഇതാണ്, ശ്രദ്ധിക്കുക, സീക്രട്ട് ഇതാണ്. 2ാമത്തെ ദിവസം നമ്മൾ ഗോൾ എഴുതുമ്പോൾ 1ാമത്തെ ദിവസം നമ്മൾ എഴുതിയ ഗോള് നമ്മൾ നോക്കാതെ, നമ്മൾ വായിക്കാതെ 2ാമത്തെ പേജിലേക്ക് എഴുതുക. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് തുടക്കത്തിൽ. കുറച്ച് കഴിയുമ്പോൾ അത് യൂസ്ഡ് ആവും. അതായത് നമ്മുടെ മനസ്സിൽ
20 കാര്യങ്ങൾ പോലും നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ 5 കാറ്റഗറി ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എഴുതുകയും അടുത്ത ദിവസം വരുമ്പോൾ പഴയ ദിവസം എഴുതിയത് നോക്കാതെ നമ്മുടെ മനസ്സിൽ നിന്ന് എഴുതാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗോൾ നമ്മുടെ മനസ്സിൽ അത് പതിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളോട് നോ പറയാനായിട്ട് കഴിയും. സോ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഗോൾ ഉണ്ടാവുക, ആ ഗോളിൽ തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഗോളിൽ തന്നെ നോക്കി മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്നത് ഗോൾ ബുക്കാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ഗോൾ ബുക്കിന് കഴിയും. എല്ലാവരും ഗോൾ ബുക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഈ കമൻറ്റിൽ അറിയിക്കുക. ഗോൾ ബുക്ക് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങൾ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റും മറ്റൊരാളുടെ ലൈഫിൽ സ്വാധീനിക്കും. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഗോൾ ബുക്ക് എഴുതിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബെനിഫിറ്റ്സ് ഇവിടെ കമൻറ്റിൽ അറിയിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ഗോൾ ബുക്ക് വാങ്ങാനായിട്ടും ഗോൾ ബുക്കിൽ എഴുതാനായിട്ടുള്ള ഇൻസ്പിറേഷനായിട്ട് മാറും. ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കമൻറ്റിലൂടെയും നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാം. നമ്മുടെ ഒരു ഫോക്കസ് നിലനിർത്തി മുന്നോട്ട് പോകാൻ എവർക്കും കഴിയട്ടെ. സോ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇത് ഞാൻ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവും. അത് നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടി ഈ ബുക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, 2ാം ക്ലാസ് എങ്ങനെയാണ്, 3ാം ക്ലാസ് എങ്ങനെയാണ്, 10ാം ക്ലാസ്സിലെത്തുന്ന കുട്ടി. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഫോക്കസാണ്. അവർ എഴുതുന്ന കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കാം, പക്ഷേ അവർക്കൊരു നല്ല ശീലം കൊടുക്കുക. അത് സ്കൂളിലോ കോളേജിലോ കിട്ടാത്ത ഏറ്റവും വലിയ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഏറ്റവും മികച്ചതാണ് എന്നുള്ള അഭിപ്രായമൊന്നും വ്യക്തിപരമായിട്ട് എനിക്കുമില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയായിരിക്കും. ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ലോകം മുഴുവൻ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കുട്ടികളുടെ ലൈഫിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ആയിട്ട് എടുക്കുക. നമുക്ക് വലിയ ആൾക്കാർക്ക് ബിസിനസ്സും പല കാര്യങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ മികച്ച രീതിയിലേക്ക് പോകാനായിട്ടും അവരുടെ റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അവരുടെ ടീച്ചേഴ്സുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ടും ഫാമിലിയുടെ വാല്യൂ സിസ്റ്റം ക്യാരി ചെയ്യാനായിട്ടൊക്കെ അവരെ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ ഇതുവരെയും ഈ ഒരു ഗോൾ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ ഞാൻ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. എവിടെയാണെങ്കിലും നിങ്ങളുടെ വീടുകളിലേക്ക് അത് ലഭിക്കുന്നുണ്ടാവും. യൂസ് ചെയ്യുക, നന്നായിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് എഴുതുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തില്ല എങ്കിൽ അനാവശ്യ കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ ആവും. ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റോർ ആയാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നമുക്ക് നോ പറയാനായിരിക്കും. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് മുന്നോട്ട് പോകാം. ആക്ഷൻ ടേക്കർ ആയിരിക്കുക. ആക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമാണ് ലോകത്തിൽ വിജയിക്കാനായിട്ട് കഴിയുക. എൻഡ് ഓഫ് ദ ഡേ എല്ലാ ജോലിയും പ്രവൃത്തിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിൽ ഒത്തിരി തൃപ്തിയോടുകൂടി ഈ ലോകത്തിൽ നിന്ന് പോകാൻ നമുക്ക് ഇവർക്കും കഴിയണം. സോ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. പ്രവീൺ കാൽവിൻ, ക്യാറ്റ്സ് ഓൺ.